ആഘോഷങ്ങൾ വളരെ പ്രൗഢഗംഭീരമായിട്ട് ഈ വർഷം നടത്തുവാനായിട്ട് പ്രസിഡന്റുമാരും കമ്മിറ്റി അംഗങ്ങളും തീരുമാനിച്ചിരിക്കുകയാണ്. ഒക്ടോബർ മാസം 24, 25, 26 തീയതികളിലാണ് ഈ തിരുനാൾ ആഘോഷം നടക്കുക. അതിനൊരുക്കമായിട്ട് 17-ാം തീയതി മുതൽ സപ്തദിന പ്രാർത്ഥനകൾ നടത്തുന്നു. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങളെപ്പറ്റി പ്രത്യേകമായിട്ട് ധ്യാനിച്ച് നൊവേന പോലെ നടത്തി തിരുനാളിൻ്റെ ഒരുക്കങ്ങൾ നടത്തുകയാണ് പ്രധാനമായിട്ട് ഇതുവഴി ചെയ്യുക. അതോടൊപ്പം തന്നെ ഒക്ടോബർ മാസമായതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജപമാല 14-ാം തീയതി മുതൽ നടത്തുന്നു. അതിനുശേഷം ഇതിന് സമാപന പ്രാർത്ഥനകൾ വ്യാഴാഴ്ച നടത്തുന്നു. വെള്ളിയാഴ്ചയാണ് തിരുനാളിൻ്റെ കൊടിയേറ്റം നടത്തുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് ഔദ്യോഗികമായിട്ട് തിരുനാൾ ആരംഭിക്കുന്നു. ശനി, ഞായർ ദിവസങ്ങളിൽ വളരെ ഭക്തിപൂർവ്വം വ്യാകുല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. വിവിധങ്ങളായിട്ടുള്ള കമ്മിറ്റികൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഓരോ കമ്മിറ്റിക്കും അതിന് കൺവീനർമാരുണ്ട്. കൂടാതെ ജനറൽ കൺവീനറും അതിൻ്റെ ജോയിൻറ്റ് കൺവീനർമാരുണ്ട്. കൈക്കാരന്മാരും അതുപോലെ പാരിഷ് ഫാമിലി യൂണിയൻ്റെ ഭാരവാഹികളും ഈ കമ്മിറ്റി അംഗങ്ങളും പ്രസിഡന്റുമാരും ഒരുമിച്ച് ചേർന്ന് വളരെ ഭക്തി ആദരപൂർവ്വമാണ് ഈ തിരുനാൾ നടത്തുക. ഈ വർഷത്തെ തിരുനാളിൻ്റെ പ്രത്യേകത 100 പ്രസിഡന്റുമാരുണ്ട് എന്നുള്ളതാണ്. 100 പേരിൽ ഭൂരിപക്ഷം പേരും കേരളത്തിലും ഇന്ത്യക്കൊക്കെ പുറത്തുള്ളവരാണ്. അവരൊക്കെ ഈ തിരുനാളിന് വന്ന് പങ്കെടുക്കുന്നു എന്നുള്ളതും വളരെ പ്രത്യേകതയുള്ള കാര്യമാണ്. ഈ നാടിൻ്റെ തന്നെ സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, അതോടൊപ്പം തന്നെ ആത്മീയ ചൈതന്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് നിൽക്കുന്നതാണ് ഈ തിരുനാളാഘോഷം. വ്യാകുല മാതാവിൻ്റെ നോക്കിനോട് പള്ളിയിലെ തിരുനാളാഘോഷം. തിരുനാൾ ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത് കൊടിയേറ്റത്തോടു കൂടിയാണ്. കൊടിയേറ്റം ഒക്ടോബർ മാസം 24-ാം തീയതി വെള്ളിയാഴ്ചയാണ്. 5:30 കൊടിയേറ്റം. അതിനുശേഷം വിശുദ്ധ കുർബാന, പ്രസംഗം തുടങ്ങിയ കർമ്മങ്ങൾ അന്ന് നടക്കുന്നു. അതിരൂപതയിലെ പ്രോസിഞ്ചല്ലൂസ് ബഹുമാനപ്പെട്ട ജിമ്മി പൂച്ചക്കാട്ട് അച്ഛനാണ് കൊടി ഉയർത്തൽ നടത്തുന്നത്. തുടർന്ന് ഒരു വലിയ ഗാനമേള സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ തരും. ശനിയാഴ്ച 4 കുർബാനകളുണ്ട്. കാലത്ത് 5:30 തൊട്ട് വിശുദ്ധ കുർബാനകൾ ആരംഭിക്കും. വൈകിട്ട് 5:30 ആഘോഷമായിട്ടുള്ള ദിലുബലി. ആ കുർബാനയുടെ പ്രത്യേകത ഇടവകയിലെ എല്ലാ വൈദികരും ഒരുമിച്ച് ചേർന്നായിരിക്കും തിരുനാൾ വിശുദ്ധ കുർബാന നടത്തുക. തുടർന്ന് വളരെ വർണ്ണശബളമായ പ്രദക്ഷിണം പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഭരണിപ്പറമ്പ് കപ്പേള വരെ നീളുന്ന വളരെ വർണ്ണശബളമായ പ്രദക്ഷിണം നടത്തുന്നു. തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും ചെറിയ തോതിൽ ഒരു ആകാശ വർണ്ണ വിസ്മയം അന്നേ ദിവസം തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് വാദ്യമേളം, ഫ്യൂഷൻ തുടങ്ങിയ പരിപാടികളൊക്കെ നടത്തുന്നു. ഒക്ടോബർ മാസം 26-ാം തീയതിയാണ് തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. തിരുനാൾ ദിനമാണെന്ന് കാലത്ത് 6:45 തൊട്ട് വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരിക്കും. വൈകിട്ട് 5:30 ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന നടത്തുക. റവറൻഡ് ഫാദർ പോൾസൺ പേരപ്പാടനാണ് മുഖ്യ കാർമ്മികനായിരിക്കുക. പ്രസംഗം റവറൻഡ് ഫാദർ സനു പുതുശ്ശേരി നടത്തുന്നു. തുടർന്ന് വളരെ വർണ്ണശബളമായ അടുത്ത ഒരു പ്രദർശനം കൂടി നടക്കുകയാണ്. തെക്കേ അങ്ങാടി, വടക്കേ അങ്ങാടി 2 ഭാഗത്തേക്കുമാണ് പ്രദർശനം നടത്തുന്നത്. 10:30 തിരുനാൾ കർമ്മങ്ങളെല്ലാം അവസാനിപ്പിച്ച് രൂപം എടുത്തു വയ്ക്കുകയാണ്. പിറ്റേ ദിവസം തിങ്കളാഴ്ച ഇടവകയിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും ഓർക്കുന്നു. സെമിത്തേരി സന്ദർശിച്ച് അവർക്ക് വേണ്ടിയിട്ടൊരു പ്രാർത്ഥന നടത്തി അതോടുകൂടി ഈ വർഷത്തെ തിരുനാളാഘോഷ പരിപാടികളെ സമാപിപ്പിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ പേര് മോജു ജോസഫ്. ഞാൻ ജനറൽ കൺവീനർ. നമ്മുടെ തിരുനാളിനോടൊരുക്കമായിട്ടുള്ള പ്രോഗ്രാമുകൾ 23-ാം തീയതി 7 PM നാടകമാണ് വെച്ചിരിക്കുന്നത്. കോഴിക്കോട് സങ്കീർത്തനയുടെ കാലം പറക്കണം വൈകിട്ട് 7 മണിക്കാണ്. 24-ാം തീയതി മെഗാ ഗാനമേള റെഡ് ഐഡിയാസിൻ്റെ കോഴിക്കോട്
ലിബിൻ സക്രിയ, കീർത്തന, റിച്ചുട്ടൻ തറകൾ ഇവരാണ് ഗാനമേള നയിക്കുന്നത്. 25-ാം തീയതി വൈകുന്നേരം മേളങ്ങളാണ്. തായമേള, അതുപോലെ തന്നെ ചിങ്കാരി മേളം, പൊന്നൻ സ്കൂൾ ബാൻഡിയും ബാൻഡ് സെറ്റ്, CRP മൂവാറ്റുപുഴയും അവർ തമ്മിലുള്ള സ്റ്റേജ് പ്രോഗ്രാമാണ് വൈകിട്ട് ഫ്യൂഷൻ. 26-ാം തീയതി പൊന്നൻസും രാഗദീപം കൊണ്ടെത്തിക്കൊണ്ട് ബാൻഡ് സെറ്റും തമ്മിലുള്ള ഫ്യൂഷനാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബ്രിസ്റ്റോ പീറ്റർ ജോയിന്റ് കൺവീനർ, സിബി ജോണി സെക്രട്ടറി, ജോജോ എം ട്രഷറർ, തോമസ് മുഞ്ഞേലി കൺവീനർ ലിറ്റർജി, ജോസ് കോട്ടയ്ക്കൽ കൺവീനർ പ്രദർശനം, സുഭാഷ് CP കൺവീനർ പ്രദർശനം, ജോൺസൺ KO കൺവീനർ ഡിസിപ്ലിൻ, ജിയോ സ്റ്റീഫൻ കൺവീനർ ആകാശവർണ്ണ വിസ്മയം, സിജോ ജോർജ് കൺവീനർ മേളം, സിജോ ജോസ് കൺവീനർ മേളം, റോബിൻ ജോസഫ് കൺവീനർ മേളം, ബിനു പരിയാടൻ കൺവീനർ പ്രോഗ്രാം, സിജോ സെബാസ്റ്റ്യൻ കൺവീനർ പ്രോഗ്രാം ആൻഡ് പബ്ലിസിറ്റി, ജോസ്മോൻ കാച്ചപ്പള്ളി കൺവീനർ ലൈറ്റ് ആൻഡ് സൗണ്ട്, ബെന്നി KT കൺവീനർ പബ്ലിസിറ്റി, വിപിൻ തോമസ് കൺവീനർ റിസപ്ഷൻ, ബിനോയ് കല്ലറക്കൽ കൺവീനർ റിസപ്ഷൻ, ടോമി കല്ലറക്കൽ കൺവീനർ ലൈറ്റ് ആൻഡ് സൗണ്ട്. ഇത്രയും കൺവീനർമാരാണ് തിരുനാൾ കമ്മിറ്റി. സെന്റ് മേരീസ് കൊറോണ ഇടവക വൈസ് ചെയർമാനാണ്. തിരുനാളിന് ഒരുക്കമായിട്ട് വളരെ വിപുലമായ സംവിധാനങ്ങളും സൗകര്യങ്ങളുമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമായിട്ടും തിരുനാൾ ദിനങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിലാണ് 2 സുപ്രധാനങ്ങളായ പ്രദർശനങ്ങൾ നടക്കുന്നത്. പ്രദർശനങ്ങൾ നടക്കുന്ന വീതികളിൽ വേണ്ട ട്രാഫിക് ഗതാഗത നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തയ്യാറായി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പാർക്കിംഗ് സൗകര്യങ്ങളും ക്രമീകരണങ്ങളും 2 ദിവസങ്ങളിലേക്കും പ്രത്യേകം ആയിട്ട് നമ്മൾ കരുതൽ ചെയ്തിട്ടുണ്ട്. പോലീസ് അധികാരികളിൽ നിന്നും ഇതിന് വേണ്ടതായിട്ടുള്ള എല്ലാ അനുമതികളും ഇതിനോടകം എടുത്തിട്ടുള്ളതാണ്. ഒപ്പം തന്നെ വിപുലമായ വോളണ്ടിയർ കമ്മിറ്റി ഗതാഗതം തടസ്സമില്ലാതെ നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി കമ്മിറ്റികളും എടുത്ത് പ്രവർത്തിച്ചു വരുന്നു. തിരുനാൾ ദിനങ്ങളിൽ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും ക്രമീകരിച്ചിട്ടുള്ളതാണ്. യാതൊരു അലോസരവുമില്ലാതെ എല്ലാവർക്കും തിരുനാളിലും ഒപ്പം തന്നെ തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളിലും വളരെ മനോഹരമായിട്ട് പങ്കെടുത്ത് ആത്മീയമായ ഉണർവ് നേടുന്നതിനും ഒപ്പം തന്നെ കലാപരിപാടികൾ ആസ്വദിക്കുന്നതിനും വേണ്ട ക്രമീകരണങ്ങൾ ഇതിനോടകം ചെയ്തിരിക്കുന്നു. തിരുനാൾ ദിനങ്ങളിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. എൻ്റെ പേര് സിബി ജോണി. ഞാൻ തിരുനാൾ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. മുക്കന്നൂർ പഞ്ചായത്തിൽ മുക്കന്നൂർ കൊറോണ ഇടവകയുടെ പരിസരത്ത് 100-ലധികം അംഗങ്ങളുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് പള്ളിപ്പടി സ്റ്റാർസ്. സാമൂഹിക വിഷയങ്ങളിലും സാമൂഹിക പ്രസക്തിയുള്ള എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ വന്ന ഒരു ആശയമാണ് ഇടവക ദേവാലയത്തിലെ തിരുനാൾ ഏറ്റെടുക്കുക എന്നുള്ളത്. ഈ ആശയത്തോട് യോജിച്ച് 100 ആളുകൾ മുന്നോട്ട് വരികയും അങ്ങനെ ഇടവക ദേവാലയത്തിലെ തിരുനാൾ 2025 തിരുനാൾ നമ്മൾ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കുകയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്ത് കമ്മിറ്റി തിരുനാളിൻ്റെ ഒരുക്കങ്ങൾ വളരെ ഭംഗിയായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഈ തിരുനാളിനോട് അനുബന്ധിച്ച് ഏറ്റവും എല്ലാവരുടെയും സഹകരണത്തോടെ ഏറ്റവും മനോഹരമായി ഇത് നടത്തുവാൻ ഏവരുടെയും സഹകരണവും സാന്നിധ്യവും ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ സഹായം ഞങ്ങൾ ചോദിക്കുകയാണ്. നന്ദി.